അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് അഡ്വക്കേറ്റ് കവിത. കവിത ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചിയുടെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 6.3. 6.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് വരും? 6.3 എന്ന് പറഞ്ഞാൽ 190 ആണ്. ഞാൻ 192 ഉണ്ട്. ആണ്. അപ്പൊ നമുക്ക് കുറച്ച് നടന്ന് സംസാരിക്കാം. ഇത്ര ഹൈറ്റുള്ള ചേച്ചിയുടെ കൂടെ നടക്കുമ്പോ ഞാനാണ് നല്ല ഹീലൊക്കെ എന്ന് ഇവിടെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. എന്നിട്ടും ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ആകാശത്തേക്ക് വെക്കി സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ആക്ച്വലി ഇല്ലേ, ഈ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ബസ്സിലൊക്കെ കയറാൻ പറ്റാറുണ്ടോ? ബസ്സിൽ കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തല മോളി മുട്ടും. ആണല്ലേ? അപ്പൊ എങ്ങനെ എന്ത് ചെയ്യും? ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാനായിട്ട് ഇപ്പൊന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരുമാതിരി ആൾക്കാർക്ക് മുഴുവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും, ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങൾ വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. അങ്ങനെ ഇരിക്കാറുണ്ട്. ആള് വിചാരിക്കണ നല്ല അഡ്വക്കേറ്റ് തന്നെയാണ്. എല്ലാം അതിന്റെ കാശ് ഇതിന്റെ കാശ് മറ്റേത് മറിച്ചതൊക്കെ ഇങ്ങനെ തരാനായിട്ട്. ചേച്ചിയുടെ ഒച്ചയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സ്പെഷ്യൽ എഫക്റ്റ് ആവും. ചേച്ചി, ഇത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടല്ലേ? ഡ്രസ്സ് കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ ഇപ്പം പറഞ്ഞാൽ സാരി പിന്നെയും ഒപ്പിച്ച് കിട്ടുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാല് ഈ ഡ്രസ് മെറ്റീരിയൽ എടുത്ത് ഞാൻ തയ്ക്കുവാണ്. ഇങ്ങനെ ഞാൻ തന്നെ തയ്ക്കുക ചെയ്യുന്നത്. ആണോ? അതേ രക്ഷയുള്ളല്ലേ. ഒരു സാധനം നമ്മളൊരു കടയിലൊക്കെ ഒരു തുണി കാണുമ്പോ അത് എടുക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോ അത് വലിയ പാടാ. വലിയ വിഷമം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ചെരുപ്പിന്റെ കാര്യത്തിലായി. നിങ്ങളൊക്കെ ഇതുപോലുള്ള ചെരുപ്പിട്ടുണ്ടാക്കുമ്പോ ഞാൻ ഇടുന്ന ചെരുപ്പ് കണ്ടോ? ഒരു രക്ഷയില്ല. ദരിദ്രം എന്ന് പറയുന്ന ചെരുപ്പ്. അല്ല, അതൊക്കെ കിട്ടൂലേ? കിട്ടൂല, ചെരുപ്പ് കിട്ടൂല. ഞാൻ പിന്നെ ചേർത്തലയില് ഒരു കടയുണ്ട്, അവിടെ ഉണ്ടാക്കിയോ ചെയ്യണേ. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് ഇപ്പം. കാരണം ആ പയ്യൻ ഇത്തിരി ആക്സിഡന്റ് പറ്റി അവൻ ഇരിക്കണോണ്ട് ഇപ്പൊ ഉണ്ടാക്കി തരാൻ രക്ഷയില്ല. അതുകൊണ്ട് ഈ ചെരുപ്പിട്ടോണ്ട് നോക്കണേ. എന്റെ പൊന്നോ, നമ്മള് മറ്റേ ഹൈറ്റ് കാണുമ്പോ നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിക്കെങ്കിൽ അതിന്റെ പുറകിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ കട്ടിലൊക്കെ ചേച്ചിക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. കട്ടിലിനകത്ത് നീട്ടം കൂട്ടി ഉണ്ടാക്കിയതാണ്. എല്ലാം ഇങ്ങനെ എനിക്ക് വേണ്ടി മാത്രം. ചേച്ചി, നമുക്ക് സന്തോഷിക്കാം. നമുക്ക് എല്ലാത്തിനും യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ചേച്ചിക്ക് മാത്രമുള്ള സാധനങ്ങളുണ്ട്, വേറെ ആർക്കും പറ്റില്ല. ചേച്ചി മാരീഡ് ആണ്, ഒരു മോനുണ്ട്, ഞങ്ങളിവിടെ കണ്ട്, അതുകൊണ്ട് സേഫ് ആണ്. എന്നാലും കല്യാണം എന്നൊക്കെ ആലോചിച്ചു തുടങ്ങിയ സമയത്തൊക്കെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ എന്റെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണവും കഴിഞ്ഞ് അവരുടെ പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു വിടാറായിട്ടുണ്ട്. അപ്പൊ അല്ല, പലരെയും ഞാൻ വൈക്കത്തമ്പലത്തിൽ വെച്ച് കാണുമ്പോ എന്നോട് ചോദിക്കും, മോനെ എത്രയില്ല? ഞാൻ പറഞ്ഞ 6. അപ്പൊ അത്ര ആയുള്ളോ? ഞാൻ നിങ്ങളോട് ആര് പറഞ്ഞു ചാടിക്കറി കല്യാണം കഴിക്കാന്ന് ചോദിക്കും. ചേച്ചി കല്യാണം ആവാനായിട്ട് ഒത്തിരി ലേറ്റ് ആയി. കാരണം ഹൈറ്റ് ഉള്ള ഒരാളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ നിന്നതാണ്. അപ്പം ഇപ്പം കല്യാണം കഴിച്ചിട്ട് ആളിന് സെയിം ഹൈറ്റ് ആണ്. ആള് ഇവിടെ ഇല്ല, ഗൾഫിലാണ്. എങ്ങനെ കണ്ടുപിടിച്ച അങ്ങനെ ഒരാളെ? അത് ഈ മാട്രിമോണിയൽ വഴി കണ്ടതാണ്. നമ്മള് കുറെ കാലം പക്ഷെ കഷ്ടപ്പെടേണ്ടി വന്നു. ചേച്ചി ബേസിക്കലി ഒരു അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്